ഹലോ ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അഖിൽ ശ്രീ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധവും അതിപുരാതനവുമായ മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ്. ഭക്തർക്കിടയിൽ കൊച്ചു ഗുരുവായൂർ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടാറുണ്ട്. ഭക്തിയും ഐതിഹ്യവും പ്രകൃതി സൗന്ദര്യവും ഒരുമിച്ച് ചേരുന്ന ഈ ക്ഷേത്രം വടക്കൻ കേരളത്തിലെ പ്രധാന വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസപ്രകാരം മഹാഭക്തനായ വിശ്വമംഗലം സ്വാമിയാർ ഒരിക്കൽ ഈ പ്രദേശത്തെത്തി സന്ധ്യാവന്ദനത്തിനായി വെള്ളം അന്വേഷിച്ചെങ്കിലും ലഭിച്ചില്ല. അപ്പോൾ അദ്ദേഹം ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ട ശ്രീകൃഷ്ണൻ ഒരു ബാലന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. തന്റെ പാദം കൊണ്ട് പാറയിൽ അമർത്തിയപ്പോൾ അവിടെ നിന്ന് ഉറവ പൊട്ടി വെള്ളം നിറഞ്ഞ ഒരു കുളം രൂപപ്പെട്ടു. കുളത്തിലെ വെള്ളത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് സ്വാമിയാർ സംശയം പ്രകടിപ്പിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ കുളത്തിൽ മീനുകളെ പ്രത്യക്ഷപ്പെടുത്തി. അങ്ങനെ ആ കുളം മീൻകുളം എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നീട് വിശ്വമംഗലം സ്വാമിയാർ ഇവിടെ ശ്രീകൃഷ്ണ പ്രതിഷ്ഠ നടത്തി എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന് തൊട്ടു മുന്നിലുള്ള കാവിലായി ശ്രീ ശിവൻ, ദേവി, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, വിശ്വമംഗലം സ്വാമിയാർ എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും കാണാം. മകരമാസത്തിൽ നടന്നുവരുന്ന 7 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വാർഷികോത്സവം തിരുവോണ നാളിലെ ആറാട്ടോടെയാണ് ഉത്സവം സമാപിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും കലാപരിപാടികളും ഭക്തജനങ്ങളുടെ വലിയ പങ്കാളിത്തവും ഉണ്ടാകാറുണ്ട്. വെണ്ണ കയ്യിൽ ധരിച്ച മനോഹരമായ ബാലകൃഷ്ണ രൂപമാണ് പ്രധാന പ്രതിഷ്ഠ. അവിൽ നിവേദ്യം, വെണ്ണ നിവേദ്യം, അട നിവേദ്യം, പുഷ്പാഞ്ജലി, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ഇവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് ഉച്ചപൂജയ്ക്ക് ശേഷമുള്ള അന്നദാനം പതിവാണ്. കണ്ണൂർ ജില്ലയിൽ വരുന്നവർക്ക് തീർച്ചയായും സന്ദർശിക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണിത്. പയ്യന്നൂരിൽ നിന്ന് ഏകദേശം 23 കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ള ദൂരം. റോഡ് മാർഗം വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.